സിനിമയുടെ സുവർണകാലം. ആ സുവർണകാലം ഏത് കൊല്ലാന്നറിയാം? 1990. അപ്പോൾ 1990 സുചിത്ര മുരളി യുവജനങ്ങളെ കീഴടക്കിയ ഒരു സിനിമയായിട്ട് വരണം. നമ്പർ 20 മദ്രാസ് മെയിൽ. അതവരെ കണ്ട് പരിചരിക്കാത്തൊരു, ഇപ്പോൾ ആരും കണ്ട് നമുക്ക് സുപരിചിതമല്ലാത്തൊരു മുഖം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷ്കളങ്കമായ ചെറി, നല്ല കണ്ണുകൾ, അങ്ങനെയുള്ള ഒരു നല്ല തടിയുണ്ട്, നല്ല ഐശ്വര്യമുള്ള ഒരു സുന്ദരി സിനിമയിലേക്ക് കയറി വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകരെ സുചിത്ര ഉണ്ടാക്കി. അതുപോലെ അതിന് ശേഷം പിന്നെ സുചിത്രയുടെ ഒരു ഭയങ്കര ഒരു മുന്നേറ്റം നമ്മൾ കണ്ടത്. മമ്മൂട്ടി, മോഹൻലാൽ, സിദ്ദിഖ്, ജഗദീഷ് പ്രമുഖ താരങ്ങളോടൊപ്പം നായികയായിട്ട് അഭിനയിച്ചു. ഭരതം, കാസർഗോഡ് കാദർബായി, കാവടിയാട്ടം, കാശ്മീരം, ഹിറ്റ്ലർ, രാക്ഷസരാജാവ്, അച്ഛനെയാണ് എനിക്കിഷ്ടം, അങ്ങനെ ഒരുപാട് പടങ്ങൾ. അതുപോലെ തന്നെ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ 1997 കേരളത്തെ പ്രതികരിച്ച് മിസ് വേൾഡ് പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ നടി ഉണ്ടാക്കിയത്. ഒരുപാട് പ്രേക്ഷകരെ സമ്പാദിച്ചു, ഒരുപാട് പ്രേക്ഷകരെ ഇഷ്ടം സമ്പാദിച്ചു, ഒരുപാട് നായകന്മാരെ കൂടെ അഭിനയിച്ചു. ഇന്നുള്ള നടികൾക്കൊന്നും പറ്റാത്ത രീതിയിൽ തന്നെ ഭയങ്കര ഒരു മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ പെട്ടെന്നാണ് നടി വിവാഹം കഴിച്ചത്. അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള ഒരു ഫാമിലി ആയിട്ടാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് സുചിത്ര സ്ഥിരതാമസം അമേരിക്കയിലേക്ക് മാറ്റി സിനിമാ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഏതാ? നല്ലൊരു കലാകാരിനെ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആൾ ഇടയ്ക്ക് വരും. സോഷ്യൽ മീഡിയയിൽ പേജുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്, അത്രമാത്രം. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി സിനിമാ ലോകം ഉപേക്ഷിച്ചു. സിനിമയല്ല വലുത്, കുടുംബമാണ് വലുത്. ഈ കുടുംബം കെട്ടിപ്പടുക്കലാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ത്യാഗമായിട്ട് കാണുന്നത്. സിനിമയിൽ അഭിനയിച്ചു, അതൊരു കലാകാരി എന്നുള്ള നിലയിൽ ആ സംഭാവന നൽകി. അത് കഴിഞ്ഞ് ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ സിനിമയിൽ നിന്ന് കല്യാണം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പോയി. ഇപ്പോൾ കുട്ടികളുമൊത്ത് വളരെ സന്തോഷമായി അവിടെ കഴിയുന്ന അറിഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷമുണ്ട്. സുചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് ഇന്നത്തെ നടികളൊക്കെ സുചിത്രേനെ കണ്ടു പഠിക്കണം. സുചിത്രയ്ക്ക് സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങും. ഇന്നത്തെ നടികൾ ഒരു സിനിമയിലൊന്ന് വെറുതെ ഒരു പാസിംഗ് ഷോട്ടിൽ നിന്നാൽ മതി, അപ്പോൾ പറയും എനിക്കിനി സീരിയൽ വേണ്ട, ഞാൻ സിനിമയിൽ അഭിനയിച്ച ആളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കണ കാലഘട്ടമാണത്. അന്ന് സുചിത്ര നല്ലൊരു നടിയായിരിക്കുമ്പോൾ തന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഒരു കലാകാരി. ഇതിപ്പോൾ സീരിയലായാലും നാടകമായാലും, ഇനിയിപ്പോൾ അതിനേക്കാളും വല്ല പൊറോട്ട നാടകമായാലും, അതിനെ ചവിട്ട് നാടകമായാലും, ഇനിയിപ്പോൾ തെരുവ് നാടകമായാലും, അതൊക്കെ ഒരു കലയാണ്. ഇതെല്ലാം വ്യത്യസ്തമായിട്ട് അത് ആസ്വദിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം. നാടകത്തിലും സിനിമയിലും പാട്ടിലും, അതാണ് കലാകാരൻ. അപ്പോൾ നമുക്ക് തികഞ്ഞൊരു കലാകാരിയാണെന്ന് നമുക്ക് സുചിത്ര മുരളീനെ നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ്. എന്തായാലും നല്ലൊരു കുടുംബ ജീവിതം നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സിനിമയിലേക്ക് വരണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് നല്ലത്, കുടുംബമാണ് വലുത്. ഇനി അവിടെ ഒരു പാകപ്പഴം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം.